മാതൃഭൂമിയുടെ അക്ഷരോത്സവമായ കാ ഫെസ്റ്റിവലിന് തിരുവനന്തപുരത്ത് തുടക്കമായിട്ടുണ്ട്. നടൻ മോഹൻലാൽ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ മേഖലയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ മോഹൻലാൽ കവിത ചൊല്ലിയാണ് വേദിയിൽ പ്രസംഗം ആരംഭിച്ചത്. പ്രമുഖ വ്യവസായി എം.എ. യൂസഫ് അലിയും ചടങ്ങിൽ മുഖ്യാതിഥിയായി. പുതിയ സിനിമയിലെ പുതിയ രൂപത്തിൽ മോഹൻലാൽ നിശാഗന്ധിയിലേക്ക് എത്തിയപ്പോൾ നിറഞ്ഞ കരഘോഷം. അഗ്നിദേവനിലെ പാട്ടിലെ വരികൾ ചൊല്ലി പ്രസംഗം ആരംഭിച്ചു. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്ത മനസ്സാം ശംഖുമൂർത്തി. ലോകത്തിന്റെ നാനാദേശങ്ങളിൽ നിന്ന് വന്ന എഴുത്തുകാരും വിവിധ പ്രതിഭകളുമാണ് മുന്നിൽ. ഈ മഹത് സദസ്സിന് മുന്നിൽ എൻ്റെ വാക്കുകൾ പിഴക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. സാഹിത്യോത്സവത്തിൽ അജ്ഞാത ആസ്വാദകനായിരിക്കുന്നത് തന്റെ നടക്കാത്ത സ്വപ്നമാണെന്നും തിരക്കഥാ വായന സാഹിത്യ ലോകത്തിലേക്കുള്ള തന്റെ പാലമാണെന്നും മോഹൻലാൽ പറഞ്ഞു. സാഹിത്യവുമായിട്ടുള്ള മറ്റൊരു ബന്ധം തിരക്കഥകളിലൂടെയാണ്. എഴുത്തുകാരുടെ കൈപ്പടയിലുള്ള തിരക്കഥ വായിക്കുക എന്നതൊരു പുസ്തകം വായിക്കുന്നതിന്റെ അതേ അനുഭൂതി തരമായിരുന്നു. എം ടി വാസുദേവൻ നായർ, പി പത്മരാജൻ, ലോഹിതദാസ്, രഘുനാഥ് പലേരി, ടി ദാമോദരൻ മാഷ്, ജോൺ പോൾ, ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, രഞ്ജിത്ത്, പ്രിയദർശൻ എന്നിവരുടെ എല്ലാം കൈപ്പടകൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അവയെല്ലാം എനിക്ക് അത്ഭുതമായിരുന്നു. അവയിൽ നിന്ന് എൻ്റെ കഥാപാത്രങ്ങൾ ഉടൽ പൂണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് കൈയക്ഷരത്തിൽ എഴുതിയ തിരക്കഥയില്ല, എന്നാലും അക്ഷരങ്ങൾ ജീവിക്കുന്നു. അജ്ഞാതനായി സദസ്സിലിരുന്ന് ഇവിടെ നടക്കുന്ന വലിയ ഭാഷണങ്ങൾ കേൾക്കുക എന്നത് എൻ്റെ ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നമാണ്. പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചൻ എന്ന കവിതയിലെ വരികൾ ചൊല്ലിയാണ് മോഹൻലാൽ പ്രസംഗം അവസാനിപ്പിച്ചത്. പീലിമുടി വനമാലകൾ കപ്പുറം പ്രീതിപ്പൊലീമതൻ പൊൻതിടം മഹാ ജ്യോതിസ്വരൂപനെ കാണുന്നതില്ലയോ. പ്രമുഖ വ്യവസായി എം.എ. യൂസഫ് അലി ചടങ്ങിൽ മുഖ്യാതിഥിയായി. തിരുവനന്തപുരം കനകക്കുന്നിൽ 12 വേദികളിലായാണ് അക്ഷരോത്സവം നടക്കുന്നത്. 3 ദിവസവും വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറും. ഫെബ്രുവരി 1 അക്ഷരോത്സവം സമാപിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.